ഗായ്സ്, ഞാനിപ്പോൾ ഉള്ളത് ഐശ്വര്യ എസ് കിഷോറിൻ്റെ വീട്ടിലാണ്. ഇന്ന് സൺഡേ ആണ്. സോ ഞങ്ങൾ ഇന്നലെ പ്ലാൻ ചെയ്തു സൺഡേ നമുക്ക് രാവിലെ എണീറ്റ് കുക്കൊക്കെ ചെയ്ത് ചിക്കനൊക്കെ വാങ്ങി സെറ്റാക്കാമെന്നൊക്കെ. പക്ഷെ രാവിലെ എണീക്കാൻ പറ്റില്ല. എന്നാലും നമ്മൾ പറഞ്ഞ കാര്യം ചെയ്യാൻ വേണ്ടി പോവാണ്. ഐശ്വര്യ എസ് കിഷോർ ഇപ്പോൾ തന്നെ കുക്കിങ്ങിലൊക്കെയാണ്. നമ്മളിപ്പം ചിക്കൻ ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് വന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം ഫ്ലോപ്പായ ഒരു ഹെയർ കളറിങ് വീഡിയോ ഉണ്ടായിരുന്നു, അതിട്ടില്ല. ഫ്ലോപ്പ് ആയതുകൊണ്ട് നമ്മളത് ഇന്ന് വീണ്ടും റീട്രൈ ചെയ്യാൻ വേണ്ടി പോവാണ്. സോ നമുക്ക് ഐശ്വര്യ എസ് കിഷോർ എന്താ ചെയ്യുന്നതെന്ന് നോക്കാം. അതെന്താ തീയത്ത് ചെയ്യാത്തതൊക്കെ? ഹായ്, ഐശ്വര്യ എസ് കിഷോർ ഇവിടെ കുക്കിങ്ങിലാണ് ഗൈസ്. ചോറുണ്ടാക്കി അത് വെണ്ടക്ക മെഴുക്ക് വരട്ടി. എനിക്ക് പിന്നെ കുക്കിംഗ് അറിയാമെന്ന് നിങ്ങൾക്ക് അറിയാലോ, അതുകൊണ്ട് ഞാൻ ഹെൽപ്പ് ചെയ്യാൻ പോലും പോവാറില്ല. വെറുതെ ഇതിന് അവർക്ക് രണ്ടാമതൊരു പടി ഉണ്ടാക്കും. ഹെയർ കളർ ചെയ്യാം. എനിക്കിത് മുന്നേ ചെയ്തിട്ട് ശീലമൊന്നുമില്ല, പക്ഷേ ഐശ്വര്യ നോസ് ഇങ്ങനെ ചെയ്യണം. അവളുടെ മുടി നിങ്ങൾ കണ്ടിട്ടില്ലേ ഗൈസ്? പല കളറും ഉണ്ട്. കറുപ്പൊഴികെ ബാക്കി എല്ലാം അവളുടെ തലയിലുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു വെള്ളമുടിയും കിട്ടിയായിരുന്നു. വയസ്സും പ്രായമൊക്കെ ആയിട്ടുണ്ട്. ഇറ്റ്സ് ഓക്കെ. അവൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം എന്നെ കൊല്ലും. അതെ, നമ്മൾ സ്ട്രീക്സിൻ്റെ ഹെയർ കളറിങ് ആണ് മേടിച്ചത്. ഇത്രയും വെറൈറ്റി ഓഫ് കളേഴ്സ് ഉണ്ട്. പക്ഷെ നമ്മൾ മേടിച്ചത് ഈ സാധനമാണ്, വൈബ്രൻറ്റ് ബ്ലോണ്ട്. ഐശ്വര്യയുടെ കളറ് അക്വ ബ്ലൂ. കിട്ടും. ഓരോ സ്ട്രാൻസ് ചെയ്താൽ ചിലപ്പം വൃത്തികേടായിരിക്കും തോന്നുന്നു അവിടെ ഇവിടെ ഇങ്ങനെ കാണാൻ. അതുകൊണ്ട് ഞാൻ ഓർത്തു എൻസിൽ ഒരു ഇത്ര വെച്ചിട്ട് അങ്ങ് തേച്ച് വിടാന്ന്. എന്തായാലും വൃത്തികേടായിരിക്കും. ഈശ്വര, ഇനിയിപ്പോൾ വീഡിയോയിലൊക്കെ കാണാൻ എങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്കറിയാൻ പാടില്ല. എണീക്കാൻ ഉച്ചയായെങ്കിലും നമ്മൾ നമ്മുടെ പണിയൊക്കെ തീർത്തു ഏകദേശം. ഇനി പറഞ്ഞ പോലെ ചിക്കൻ ആവാൻ ഇച്ചിരി സമയം എടുക്കുമായിരിക്കും. ബട്ട് ഇറ്റ്സ് ഓക്കെ. നമ്മൾ കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് വിശക്കുന്നില്ല. അങ്ങനെ ഫൈനലി ഐശ്വര്യ ഡെവലപ്പറൊക്കെ മിക്സ് ചെയ്തിട്ട് കുറച്ചായിട്ട് നമ്മുടെ അലുമിനിയം ഫോയിലൊക്കെ മുടിയുടെ എൻസിൽ വെച്ചിട്ട് ഓരോന്നും തേച്ച് പിടിപ്പിച്ചിട്ട് അവസാനം ഇതുപോലെ നമ്മൾ അപ്പമൊക്കെ പുഴുങ്ങാൻ വയ്ക്കത്തില്ല, അതുപോലെ വെച്ചിട്ടുണ്ട്. എന്ത് തോന്നുന്നു ഇപ്പോൾ എന്ന് ചോദിച്ചപ്പോൾ ഒന്നും പറയാനില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കുറച്ച് സമയത്തിന് ശേഷം നമ്മൾ ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. ആദ്യം അടിച്ചതൊക്കെ ഓപ്പൺ ചെയ്ത് ഒരു തട്ടിൽ ഇച്ചിരി വെള്ളമൊക്കെ എടുത്തിട്ട് അതൊക്കെ എൻസിലൊക്കെ നല്ല ബ്രൗൺ കളർ വന്നിട്ടുണ്ട്. ഇതിന് ശേഷമാണ് നമ്മളിനി കളർ അടിക്കുന്നത്. കാസിനെയൊക്കെ കുളിപ്പിച്ച് കഴിഞ്ഞാൽ കാസി ഇങ്ങനെ കുടയുന്നതാണ്. അതുപോലെ ഞാൻ ഓരോന്നും കുടയുവാണ്. അപ്പോൾ ഡെവലപ്പറൊക്കെ അടിച്ചു കഴിഞ്ഞു. ഇനി അത് അഴിച്ചിട്ട് ഞങ്ങൾ കഴുകി ഇനിയാണ് നമ്മളത് കളർ അടിക്കാൻ പോകുന്നത്. സോ ഡെവലപ്പർ അടിച്ചിട്ട് അഴിച്ചപ്പോൾ എങ്ങനെ ഉണ്ടത് കാണിക്കാം. എവിടൊക്കെയോ ഉണ്ട്, എവിടൊക്കെയോ ഇല്ലാതുള്ളൊരവസ്ഥയാണ്. ഡെവലപ്പർ നമ്മൾ വിചാരിച്ച അത്രയും ക്വാണ്ടിറ്റി ഇല്ലാത്തത് കാരണമാണ് ഉള്ളിലൊന്നുമില്ല. പിന്നെ കാണുന്നിടത്തൊക്കെ ഇച്ചിരിയൊക്കെ അടിച്ചങ്ങ് വെച്ച്. ഫ്രണ്ടിൽ എന്തായാലും നന്നായിട്ടുണ്ട്, അത് ഒരു സൈഡിൽ മാത്രം. ഇറ്റ്സ് ഓക്കെ. കളർ കൂടി അടിച്ചിട്ട് വരുമ്പോഴത്തേനും സെറ്റ് ആവുമായിരിക്കും. ലഞ്ച് റെഡിയായി. മോരുകറി അവിടെ ഉണ്ട്. അവളുടെ പാത്രത്തിൽ കുറച്ചുകൂടെ കാണാൻ പറ്റും. പറഞ്ഞു വെക്കൂ. മോരുകറി, ചിക്കൻ കറി, മെഴുക്ക് വരട്ടി, ചോറ്. ഇതാണ് നമ്മൾ പറഞ്ഞ സൺഡേ. പ്രീ കളറിങ്ങിന് ശേഷം കളറിങ് ചെയ്യാൻ പോവാണ്. ഫ്രണ്ടിലത്തെ കളർ ഇച്ചിരി കുറച്ച് ഓവറായിപ്പോയി, പക്ഷെ അത് ഇപ്പുറത്തെ സൈഡിലില്ല. അതാണ് നമ്മുടെ വിഷമം. നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ കളറും കൂടെ നമ്മൾ അങ്ങനെ തന്നെ ചെയ്യുവാണേ. കളർ ചെയ്യേണ്ട ഐറ്റംസ് ഇച്ചിരി കുറവായിരുന്നു ഗൈസ്. നമുക്കത് അറിയാത്ത കൊണ്ട് നമ്മളിത് ഫുള്ളായിട്ട് അടിക്കാനുള്ളൊരു പ്ലാനിലായിരുന്നു. അപ്പം അതിന് മാത്രമുള്ള സാധനം മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ ഉള്ളത് വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും ഗൈസ്. നമ്മൾ മറ്റേ ആവിയിൽ പുഴുകാൻ വെച്ചതുപോലെ എൻ്റെ മുടി സെറ്റ് ചെയ്ത് വെച്ചിട്ട്. ഇവിടെയൊക്കെ ചൂടുണ്ട് ഗൈസ്. എൻ്റെ മുടി കരിയാണെന്ന് തോന്നുന്നു. ഞാൻ അതിനിടയ്ക്കൊന്ന് ഉറങ്ങിപ്പോയി ഗൈസ്. മുടിയിലെ കളർ കഴുകി കളയാൻ പോവാണ്. ലെറ്റ്സ് സീ ദ ട്രാൻസ്ഫോർമേഷൻ. ഹായ് ഗൈസ്, ദിസ് ഈസ് മൈ ഹെയർ ട്രാൻസ്ഫോർമേഷൻ.
എന്തൊക്കെയോ എവിടെയൊക്കെയോ ഉണ്ട്. ഉണങ്ങി കഴിയുമ്പോൾ കറക്റ്റായിട്ട് അറിയാം. അന്നേരം ഒരു വീഡിയോ കൊടുത്താൽ എൻ്റെ നീലനിറവ് പോയി ഇതിൻ്റെ ഇടയിൽ കൂടെ. അത് കണ്ടില്ലേ അവളുടെ കോഴിത്തോല് നമ്മളത് കളറടിച്ച് കളഞ്ഞ് വേറെ. എൻ്റെ ഐഡന്റിറ്റിയാണ് പോയത്. അതെ അതെ, നീല നിറത്തിൽ ഒരു എണ്ണ ഉണ്ടായിരുന്നുള്ളൂ, അത് പോയി. കണ്ടോ ആ കുറച്ചു മുമ്പ് കണ്ട വീഡിയോയിൽ കണ്ടത് ഇതാ ഞാൻ. ഏതൊക്കെ പറയാം, ലിപ്സ്റ്റിക് ഇട്ടാണ് സ്റ്റൈലാവും. അത്രയുള്ള